മനോരമ മാതൃഭൂമി പത്രങ്ങൾ വായിക്കുന്നവരാണോ നിങ്ങൾ? ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പെട്ടെന്ന് പറയാം, വേഗം വാ. ഈ രണ്ട് പ്രധാനപ്പെട്ട മലയാളത്തിലെ പത്രങ്ങൾ അതിന്റെ വായനക്കാരെ ശരിക്കും വിഡ്ഢികളാക്കുകയാണ്. കാരണം ഇത് രണ്ടും ഫെബ്രുവരി 7-ാം തീയതി പുറത്തിറങ്ങിയ മനോരമ മാതൃഭൂമി പത്രങ്ങളാണ്. ഈ പത്രങ്ങൾ ഭൂതത്താൻ കണ്ണാടി ഉപയോഗിച്ച് അല്ലാതെ വായിച്ച എല്ലാ വായനക്കാരും ശ്രദ്ധിക്കാതെ പോയ ഒരു സുപ്രധാനമായ വാർത്തയുണ്ട്. ആ വാർത്ത മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ പ്രതിപക്ഷം ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് എങ്കിലും ആ ഒരു സംസ്ഥാനവും നടപ്പാക്കാൻ മടിച്ച ഒരു വിജ്ഞാപനം കേരളത്തിലെ സർക്കാർ പുറത്തിറക്കി. അത് മറ്റൊന്നുമല്ല, സംഘപരിവാർ അജണ്ടയായ NPR കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. പക്ഷെ മനോരമ പത്രത്തിൽ മുൻ പേജിൽ എങ്ങനെ തിരഞ്ഞാലും നിങ്ങൾക്ക് ഈ വാർത്ത കാണാൻ സാധിക്കില്ല. പകരം 5-ാമത്തെ പേജിൽ ഒരു മൂലയ്ക്കാണ് മനോരമ അതിന്റെ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിലും കേവലമാണ് മാതൃഭൂമിയുടെ കാര്യം. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം മുൻ പേജിൽ പുതുയുഗ യാത്രയുടെ കളർ ഫോട്ടോ ഉണ്ടെങ്കിലും ഈ വാർത്ത നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പകരം 7-ാം പേജിൽ ഒറ്റക്കോളം വാർത്തയായാണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ മാതൃഭൂമി ഒതുക്കിയിരിക്കുന്നത്. മനോരമയും മാതൃഭൂമിയും ഇങ്ങനെ വാർത്തകൾ ഒളിപ്പിക്കുന്നതിലൂടെ അവരുടെ രാഷ്ട്രീയ യജമാന്മാരോടുള്ള നന്ദിയും കൂറുമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളും MK സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാടും എന്തിന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകവും തെലങ്കാനയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും NPR പോലൊരു സംഘപരിവാർ പ്രോജക്റ്റിനെതിരെ നിയമപരമായൊരു വിജ്ഞാപനമിറക്കി അതിനെ തടയാൻ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇത്ര കണ്ട് ദഹിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്.